1920-21 കാലഘട്ടങ്ങളിൽ കേരള മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ മാപ്പിളമാരോടൊപ്പം പോരാടിയ കണ്ണമ്പുള്ളി അഹമ്മദ് സാഹിബിനെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയും ബ്രിട്ടീഷുകാർ പിടികൂടുകയും പിന്നീട് ജയിലിലടക്കുകയും ചെയ്തു. 47125 ഇതായിരുന്നു കണ്ണമ്പുള്ളി അഹമ്മദ് സാഹിബിന്റെ ജയിൽവാസ നമ്പർ. ഒരുപാട് കാലത്തെ ജയിൽവാസത്തിനു ശേഷം കണ്ണമ്പുള്ളി അഹമ്മദ് സാഹിബിനെയും കൂട്ടുകാരെയും ബ്രിട്ടീഷുകാർ അന്തമാനിലേക്ക് നാടുകടത്തി. അന്തമാനിൽ സ്ഥിരതാമസമാക്കിയ അദ്ദേഹം കുടുംബത്തോടൊപ്പം അവിടെ ജീവിച്ചു പോന്നു. ഇതായിരുന്നു കണ്ണമ്പുള്ളി അഹമ്മദ് സാഹിബ്. മർഹൂം കണ്ണമ്പുള്ളി അഹമ്മദ് സാഹിബിന്റെ പിൻതലമുറകൾ ഇന്നിതാ 100 വർഷത്തിനു ശേഷം അന്തമാനിൽ കുർമാഡേറ എന്ന സ്ഥലത്ത് ഒരു കുടുംബസംഗമത്തിൽ ഒത്തുചേർന്നിരിക്കുന്നു. കണ്ണമ്പുള്ളി അഹമ്മദ് സാഹിബിന്റെ ഏതാണ്ട് 400ഓളം കുടുംബാംഗങ്ങൾ പങ്കെടുക്കുകയും അവർ പരസ്പരം സന്തോഷം പങ്കിടുകയും ചെയ്തു. ഈ കുടുംബസംഗമത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് കണ്ണമ്പുള്ളി ഉസ്മാൻ രചന നിർവഹിച്ച്, ബച്ചു നയപുരം നിർമ്മിച്ച്, ഹർഷിത തിരൂർ ആലപിച്ച ഒരു ഗാനം.